ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള അതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഓറിയോ പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആകെ ഒരു 3 ചേരുവ മാത്രമേ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. പാർട്ടിയിലൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുമ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കളർ ക്രീം വരുന്നത് എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ആദ്യം ക്രീം കളഞ്ഞെടുക്കണം. ഇവിടെ 2 പാക്കറ്റാണ് കേട്ടോ ഇപ്പോൾ പൊളിച്ചിട്ടുള്ളത്. ഒരു പാക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റിൻ്റെ നമുക്ക് ഇതേപോലെ ക്രീം മാറ്റി വെക്കാം. ഞാനിത് അത്യാവശ്യം കുറച്ച് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിസ്ക്കറ്റ് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി. അത് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ക്രീമിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 കപ്പ് പൊടിച്ചത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ ചേർക്കുകയാണ് നല്ലത്. ബട്ടർ ഒട്ടും ഇല്ല എന്നുള്ളവരാണെങ്കിൽ നെയ്യ് ചേർത്തോളൂ. പക്ഷേ നെയ്യിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന പരുവാവണത് ഇതുപോലെ നമ്മളിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റണം. ആ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് പുഡിംഗ് ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്തെടുക്കാം. കൈ കൊണ്ടോ തവി കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റ് ആവും. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ ഏകദേശം 1 കപ്പാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 1-1.25 കപ്പ് ക്രീമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ബൗളിൽ തന്നെ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1.25 കപ്പ് ക്രീമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ 1 കപ്പേ എടുത്തിട്ടുള്ളൂ. കാരണം കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ക്രീം ഇരിപ്പുണ്ടായിരുന്നു. ഫ്ലേവറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബാക്കി ക്രീം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1.25 എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ക്രീം ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റിഫാക്കി എടുക്കേണ്ട, ഇതേപോലെ നല്ല ക്രീമി ആക്കി എടുത്താൽ മതി. അല്ലാതെ കേക്ക് ചെയ്യണ പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതേ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടില്ല. അത് നമുക്കൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഈ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് ചെറിയ പീസായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ 4 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ കുഞ്ഞു പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ക്രീമൊന്നും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഓറിയോ പുഡിംഗ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്ത് ഞാൻ ബാക്കിയുള്ള കേക്കിൻ്റെ ക്രീം കൂടെ ചേർക്കുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കളറൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബാക്കി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഒരു 1/2 കപ്പ് മാറ്റി വെച്ചില്ലേ, അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കൊക്കോ പൗഡർ ഒന്നും ചേർക്കുന്നില്ല. കാരണം ഈ ഒരു ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഈ ബിസ്ക്കറ്റും കൂടി പിടിക്കുന്ന സമയത്ത് ക്രീമിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിനകത്ത് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. കാരണം ബിസ്ക്കറ്റിൻ്റെ ക്രീം ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം 1-2 ടേബിൾ സ്പൂൺ പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ ആവശ്യം വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ക്രീമും മൊത്തമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേൾഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മേലയിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, പക്ഷേ ഉണ്ടെങ്കിൽ പൊളിയാണ് കഴിക്കാനായിട്ട്. കാരണം ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ബിസ്ക്കറ്റ് പൊടിച്ചത് കുറച്ച് മേലിട്ട് ഡെക്കറേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലപോലെ ഞാൻ ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഓറിയോ ബിസ്ക്കറ്റും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതേ 3 ലെയറായിട്ട് നമുക്കിത് കാണാൻ പറ്റും. താഴെ ബിസ്ക്കറ്റ്, ക്രീം, അതേപോലെ തന്നെ ചോക്ലേറ്റ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ കുറഞ്ഞത് വെക്കാം. അതിനുശേഷം എടുത്ത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ സെർവ് ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെർവ് ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് വെക്കാൻ നോക്കുക. കാരണം ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് എന്തെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ ഒരു ക്ലീൻ റാപ്പോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അടയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ട്രൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.